Next, spelling and grammar. Spelling and grammar option helps to check the spelling and grammar of a text. LibreOffice Writer automatically checks spelling and grammar as you type. It displays wavy red underlines to indicate possible spelling and grammatical errors. അപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ചെക്ക് ചെയ്യുക എന്നുള്ളത് ലിബ്രോഫീസ് റൈറ്ററിൻ്റെ നല്ലൊരു ഫീച്ചറാണ്. അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ സ്പെല്ലിങ്ങും അതല്ലെങ്കിൽ ഗ്രാമർ മിസ്റ്റേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു വേർഡിൻ്റെ താഴെ വേവി റെഡ് അണ്ടർലൈൻ കാണിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്പെല്ലിങ്ങിന് എറർ വന്നിട്ടുണ്ടോ അതല്ലെങ്കിൽ ഗ്രാമറിന് വല്ല എററും ഉണ്ടോ എന്നൊക്കെ അറിയാൻ പറ്റും. ഓക്കെ, ടു കറക്റ്റ് ദ സ്പെല്ലിംഗ് എറേഴ്സ്, right click on the word with the wavy red underline and then select the alternative word or correct spelling. You can also check spelling and grammar for the complete document all at once. To check spelling and grammar for the complete document, follow these given steps. Step 1. Click on the spelling and grammar icon on the standard toolbar or select spelling and grammar option from the tool menu. The spelling dialog box appears with the wrong spelling highlighted in red color and with a list of suggestions. Step 2. Choose the required word from the list and click on correct button. It will correct spelling errors in your document. അപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് എറേഴ്സ് ഇരുത്താൻ പ്രധാനമായിട്ടും 2 മാർഗങ്ങളുണ്ട്. ഒന്ന്, റെഡ് വേവി ലൈൻ കാണിക്കണ വേർഡിൻ്റെ മുകളിൽ മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് വരുന്ന ലിസ്റ്റ് എന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ ഡോക്യുമെൻ്റ് മൊത്തത്തിലുള്ള സ്പെല്ലിംഗ് ഗ്രാമറും തിരുത്താനുള്ള ഓപ്ഷനാണ് രണ്ടാമത്തേത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സ്റ്റാൻഡേർഡ് ടൂൾ ബാറിലുള്ള സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ടൂൾ മെനുന്ന് എടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സ്പെല്ലിംഗ് ഡയലോഗ് ബോക്സ് അപ്പിയർ ആവും. അതുപോലെ റോങ് ആയിട്ടുള്ള സ്പെല്ലിംഗ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കും റെഡ് കളറിൽ. ആ ലിസ്റ്റിൽ നിന്ന് സജഷൻസ് സെലക്ട് ചെയ്ത് തിരുത്താവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് ശരിയായ വാക്ക് തിരഞ്ഞെടുത്ത് കറക്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അങ്ങനെ നമുക്ക് സ്പെല്ലിംഗ് എറേഴ്സ് ഡോക്യുമെൻറ്റുകളിൽ തിരുത്താവുന്നതാണ്. Using thesaurus. Thesaurus help you to improve vocabulary by providing a list of synonyms or related terms for any word. Follow these steps to use the thesaurus. Step 1. Select the word that you want to look up or replace. Step 2. Click on the tools menu and select the language option. Step 3. Select the thesaurus option from the displayed sub options. The thesaurus dialog box opens. You will find a list of alternatives which have the similar meaning for the selected word. Step 4. Select any of the displayed word. It will be displayed in the replace with text box. Step 5. Click on replace button. You will find the selected word is replaced with a new one. അപ്പോൾ നമുക്ക് ഒരു വാക്കിൻ്റെ സിമിലർ മീനിങ്ങോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് ടേംസുകളൊക്കെ ഉപയോഗിക്കാനാണ് തെസോറസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നോക്കാം. Remember, if you wrongly type a word but the result is not a wrong spelling, for example, there instead of there, the spell checker does not show the red wavy line. സ്പെല്ലിംഗ് ആൻഡ് ഗ്രാമർ പഠിച്ചപ്പോൾ ഒരു കാര്യം കൂടി പറയേണ്ടതാണ്. അതായത് ഗ്രാമർ എന്ന് പറയുമ്പോൾ നമ്മൾ ദയർ എന്ന് പറഞ്ഞിടത്ത് ദയർ എന്ന് ടൈപ്പ് ചെയ്താൽ അത് ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ആണെങ്കിലും
നമ്മുടെ കമ്പ്യൂട്ടറിൽ അത് റെഡ് വേവി ലൈനിൽ കാണിക്കൂല. കാരണം ഇവിടെ ആ ഒരു വാക്കിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്നാണ് ഇവിടെ നോക്കുന്നത്. അല്ലാതെ ഒരു സെൻറ്റൻസ് മൊത്തത്തിലുള്ള മിസ്റ്റേക്ക് നോക്കുന്നതല്ല. സെൻറ്റൻസിൽ നോക്കുക ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആണോ, അതല്ല ഒന്നിലധികം സ്പേസ് വന്നിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ മറ്റൊരു കാര്യം കൂടി, നമ്മുടെ കമ്പ്യൂട്ടറിന് ഒരു ഡിക്ഷണറിയിലാണ് ഇത്തരം വാക്കുകളൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഡിക്ഷണറിയിൽ ഉള്ള വേർഡ്സ് മാത്രമേ ഇങ്ങനെ കാണിക്കുള്ളൂ. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു സ്ഥലത്തിൻ്റെ പേര് നമുക്ക് ടൈപ്പ് ചെയ്ത് അത് കമ്പ്യൂട്ടറിൽ ചിലപ്പോൾ റെഡ് ലൈനിൽ കാണിക്കാം. ചില നൗൺസുകൾ അങ്ങനെ കാണിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്കൊരു സ്ഥലത്തിൻ്റെ പേര് അടിച്ച് നോക്കിയാൽ അത് റെഡ് വേവി ലൈനിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ അർത്ഥം അത് തെറ്റാണ് എന്നല്ല. നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്ററിൻ്റെ ഒരു ഇൻബിൽട്ട് ഡിക്ഷണറിയിൽ അത് വരാത്തത് കൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് ഡിക്ഷണറിക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. Next, autocorrect. Autocorrect option helps you to correct typing mistakes as soon as you type them. When you are typing, certain words are automatically get corrected. You can select autocorrect option from format menu. A check mark before while typing indicates that the autocorrect option is on. For example, if you type THE as TEH, LibreOffice Writer will automatically correct it as THE. Autocorrect is also used to add your own words into the autocorrect dictionary. It makes it easy to type often used names words by placing a short form. To add your short forms to the autocorrect dictionary, follow these steps. Step 1. Select autocorrect option from autocorrect on format menu. An autocorrect window will be displayed. Step 2. On replace tab, type fig on replace text box and type figure in with text box. Step 3. Click on new and then OK button. Now the short form fig is added to the autocorrect option in your document. Type fig and press spacebar. You can see that fig is replaced with figure. നമ്മുടെ ലിബ്രിയോഫീസ് റൈറ്ററിൻ്റെ മറ്റൊരു ഫീച്ചറാണ് ഓട്ടോ കറക്റ്റ് എന്ന് പറഞ്ഞത്. നമുക്ക് ഈ ഓട്ടോ കറക്റ്റ് ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ തെറ്റിപ്പോവാവുന്ന ചില വേർഡ്സുകൾ ഉണ്ടാവും. ഇപ്പോൾ ചില ആളുകൾക്ക് ചില വാക്കുകൾ ടൈപ്പ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന വാക്കുകൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഓട്ടോ കറക്റ്റിൽ തെറ്റിച്ച് ടൈപ്പ് ചെയ്യണ ആ വാക്കായി അങ്ങനെ ആഡ് ചെയ്ത് വെച്ചാൽ കമ്പ്യൂട്ടർ അതിനെ ഓട്ടോമാറ്റിക് തിരുത്തിക്കോളും. ഷോർട്ട് ഫോം ഒക്കെ ഉപയോഗിക്കാനും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് പുസ്തകത്തിലുള്ള ഒരു എക്സാമ്പിളിന് ഫിഗർ എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം ഫിഗ് എന്ന് കൊടുത്തിട്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യിപ്പിക്കാം. അപ്പോൾ നമുക്ക് പിന്നീട് എപ്പോഴും നമ്മളെ കമ്പ്യൂട്ടറിൽ ഫിഗ് എന്ന് ടൈപ്പ് ചെയ്ത് സ്പേസ് അടിച്ചു കഴിഞ്ഞാൽ അത് ഫിഗറിന് കമ്പ്യൂട്ടർ ഓട്ടോമാറ്റിക് തിരുത്തുന്നതായി കാണാം. മറ്റൊരു എക്സാമ്പിൾ ചെയ്തു നോക്കാം. ഇങ്ങനെ നമുക്ക് ഇതിൻ്റെ സ്റ്റെപ്പ് ഒന്ന് ചെയ്ത് നോക്കാം. നമുക്ക് പുത്തനത്താണി എന്ന് ടൈപ്പ് ചെയ്യുന്നതിന് പകരം നമുക്ക് PTNI എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ പുത്തനത്താണി വരുന്നതായിട്ട് എങ്ങനെ എന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ്, വേർഡ് കൗണ്ട്.
Word count is an option in LibreOffice Writer which helps you to know the details of the currently selected text or the whole document, such as number of characters or words. To get this option, follow these given steps. Step 1. Select word count option from Tools menu. The word count window will appear with document details. Step 2. Click on the close button. വേർഡ് കൗണ്ട് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ഡോക്യുമെൻറ്റിലുള്ള ഒരു പേജിലുള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ ഡോക്യുമെൻറ്റിൽ എത്ര പേജുണ്ടോ അത്രയും ടൈപ്പ് ചെയ്ത വാക്കുകളുടെ എണ്ണം അതല്ലെങ്കിൽ ക്യാരക്ടറിൻ്റെ എണ്ണമൊക്കെ കണ്ടെത്താനുള്ള ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് ലഭിക്കുന്നതാണ്. ഓക്കെ. Next, find and replace. Sometime you need to find a word or text from document and also need to replace word or text with some other text. For these actions, you can use find and replace option in LibreOffice Writer. You can select find and replace option from edit menu. To find a particular text or word, follow the given steps. Step 1. Click on Find and Replace option on the Edit menu. The Find and Replace dialog window is displayed. Step 2. In the search box, write the text you would like to search for. Step 3. Then click on Find button on the Find and Replace window. It will show the searched text in the document. To replace text with another text, follow these given steps. Step 1. Click on Find and Replace option on the Edit menu. The Find and Replace window is displayed. Step 2. In the search box, type the text you want to find and replace. Step 3. In the Replace with box, type the text you want to replace with the searched text. Step 4. Click on the Replace button to replace the current word. If you click Replace All option, it will replace all the occurrences of that particular word. The following figures show the example for changing name Betty as Ben from the previous example. അടുത്തതായിട്ട് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ഫീച്ചറാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് നോക്കാം. ഫൈൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഒരുപാട് പേജിൽ ടൈപ്പ് ചെയ്ത ഒരു ഡോക്യുമെൻ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ നിന്നൊരു വാക്ക് നമ്മൾ ഏത് പേജിലാണെന്ന് കണ്ടെത്താനൊക്കെയാണ് ഫൈൻഡ് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു വാക്കിലേക്ക് പേജ് ഓട്ടോമാറ്റിക് സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ്. നമ്മൾ ഫൈൻഡ് എന്ന് പറഞ്ഞ ഫൈൻഡ് ഓപ്ഷൻ എടുത്ത ശേഷം എഡിറ്റ് മെനുവിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസിൽ ഫൈൻഡ് എന്ന ഭാഗത്ത് നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ വാക്കുള്ള പേജിലോട്ടായിരിക്കും പോവുക. അതുപോലെ റീപ്ലേസ് ആണെങ്കിൽ നമ്മളൊരു വാക്ക് ടൈപ്പ് ചെയ്തു, എല്ലാ സ്ഥലത്തും ടൈപ്പ് ചെയ്തപ്പോൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു എക്സാമ്പിളിന് ബെറ്റി എന്ന് പറഞ്ഞത് നമ്മൾ ബെൻ എന്നായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. പിന്നീട് ആ പേര് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ പേജിലും ചെന്ന് 50 പേജോ 100 പേജോ 1000 പേജൊക്കെ ഉള്ള ഒരു ഡോക്യുമെൻ്റ് ആണെങ്കിൽ അവിടെയൊക്കെ നമ്മൾ ഈ ബെറ്റി എന്ന് പറഞ്ഞാൽ നമുക്കത് ബെന്നാക്കി മാറ്റി എന്ന് പറഞ്ഞാൽ അത് മൊത്തത്തിൽ നമ്മൾ ഒന്ന് വായിക്കേണ്ട അവസ്ഥയാണ്. ഈ ഫൈൻഡ് റീപ്ലേസ് ഉപയോഗിച്ചിട്ട് സെക്കൻഡുകൾ കൊണ്ട് നമുക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫൈൻഡ് എന്ന ഭാഗത്ത് നമുക്ക് അതിൽ ടൈപ്പ് ചെയ്ത ആ ഒരു ഏതാണോ അതിൽ ടൈപ്പ് ചെയ്ത പേര് അത് ടൈപ്പ് ചെയ്ത ശേഷം നമുക്ക് അവിടെ റീപ്ലേസ് ചെയ്ത് വെക്കേണ്ട ആ ഒരു പുതിയ പേര് അവിടെ മാറ്റപ്പെടേണ്ട ആ വാക്കാണ് റീപ്ലേസ് വിത്ത് എന്ന് പറഞ്ഞാൽ അവിടെ ടൈപ്പ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മൾ റീപ്ലേസ് ഓൾ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എവിടെയെല്ലാം ബെറ്റി എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ബെൻ എന്നായിട്ട് മാറുന്നതാണ്. ഇത്തരം ആവശ്യങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഡു യു നോ
Keyboard shortcut key for find and replace is Ctrl plus H. Keyboard shortcut key for copy is Ctrl plus C. Cut is Ctrl plus X and paste is Ctrl plus V. Keyboard shortcut key for undo is Ctrl plus Z and redo is Ctrl plus Y. അപ്പോൾ ഈ കീബോർഡ് ഷോർട്ട് കട്ടുകൾ എല്ലാവരും നോട്ട് ബുക്കിലേക്ക് പകർത്തി എഴുതേണ്ടതാണ്. എന്നിട്ട് ആ കീബോർഡ് ഷോർട്ട് കട്ടൊക്കെ നന്നായി പഠിക്കുക. ഓക്കെ, നമുക്ക് ലിബ്രെ ഓഫീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കീബോർഡ് ഷോർട്ട് കട്ടുകളിൽ പെട്ടതാണ് ഇതെല്ലാം. ഫുൾ സ്ക്രീൻ, ഇറ്റ് ഹെൽപ്സ് യു ടു വ്യൂ യുവർ ഡോക്യുമെൻ്റ് ഓൺ ദ ഫുൾ ഏരിയ ഓഫ് ദ സ്ക്രീൻ. To get this option, select the full screen option from view menu or click on shortcut key Shift plus Ctrl plus J. To close the full screen, click on the full screen button again. നമ്മുടെ ഡോക്യുമെൻറ്റിൽ ടൂൾ ബാർ, മെനു ബാർ, സ്റ്റാറ്റസ് ബാർ ഒന്നും കാണാതെ സ്ക്രീൻ ഫുള്ളായിട്ട് നമുക്ക് വായിക്കുന്ന സമയത്ത് ഫുൾ സ്ക്രീനിൽ പ്രൊജക്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഫുൾ സ്ക്രീൻ എന്ന പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. ഇതിന് ഷിഫ്റ്റും കൺട്രോളും ജെയും കൂടി ഒരുമിച്ച് പ്രസ് ചെയ്തുകൊണ്ട് നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാം. അങ്ങനെ ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫുൾ സ്ക്രീൻ ഓപ്ഷനിൽ വീണ്ടും ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും. നെക്സ്റ്റ്, സൂമിങ്. സൂമിങ് ഹെൽപ്സ് യു ടു വ്യൂ ദ document in different sizes. To get zooming, follow these given steps. Step 1. Click on zoom option on view menu and the zoom dialog box will appear. Step 2. Select any option under the zoom factor or type percentage of view size in variable text box to view the document in the relevant size. Step 3. Click on OK button. അപ്പോൾ സൂമിങ് എന്ന് പറഞ്ഞത് നമ്മുടെ അക്ഷരങ്ങൾക്കൊന്നും സൈസ് കൂട്ടാതെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ പല വ്യൂവിൽ കാണാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ നമുക്ക് പല സൈസിലും പല രീതിയിലും കാണാം. അതായത് ഒരു പേജ് ഫുള്ളായിട്ട് ഫിറ്റായി നിൽക്കുന്ന രീതിയിൽ, അതല്ലെങ്കിൽ വിഡ്ത്ത് ഫിറ്റായി നിൽക്കുക. അപ്പോൾ നമുക്ക് ആ വിഡ്ത്തിനനുസരിച്ച് ടെക്സ്റ്റ് കാണാൻ പറ്റും. ബാക്കിയുള്ളത് നമുക്ക് താഴേക്കുള്ളത് സ്ക്രോൾ ചെയ്യേണ്ടി വരും. ഹൈറ്റ് അതുപോലെ നമുക്ക് വിഡ്ത്തും ഹൈറ്റും കൂടി ഒരുമിച്ചാണെങ്കിൽ പേജ് മുഴുവനായിട്ട് കാണുന്ന രീതിയിലായിരിക്കും. അതല്ലെങ്കിൽ നിശ്ചിത പേഴ്സൻറ്റേജ് വെച്ചിട്ട് കാണാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട്. സൂം അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിശ്ചിത പേഴ്സൻറ്റേജ് സൂമിൽ കാണാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.